നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് എങ്ങനെയാണ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാമെന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് നമ്മൾ 2, 8 വെച്ച് ചെയ്ത് ഓർമ്മയില്ലേ, കെ ഷെല്ലും എൽ ഷെല്ലും ഇലക്ട്രോൺ ഫില്ല് ചെയ്തതും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. അതായത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് നമുക്കൊരു എലമെന്റ് തരും, ആ എലമെന്റിന്റെ എന്ത് എഴുതണം, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. അതെങ്ങനെ എഴുതും നമ്മൾ ക്വസ്റ്റ്യനിൽ തരിക എന്തൊക്കെ തരും, നമുക്കൊരു എലമെന്റ് തരും, അതിന്റെ അറ്റോമിക് നമ്പർ തരും. അത് നമ്മൾ ചോദിക്കും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഓൾറെഡി അറിയാം എങ്ങനെയാണ് എനർജി ഫില്ല് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാസ്റ്റ് ആലോചിക്കാം, നമുക്കതിൻ്റെ ഒന്ന് എഴുതി നോക്കാം. ചില എലമെന്റ്സിൻ്റെ ഒക്കെ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. അതായത് നമ്മൾ ഫസ്റ്റ് എലമെന്റ് ഏതാണ്, നമ്മുടെ ഹൈഡ്രജൻ ആണ്. H1 = 1s1. എന്തുകൊണ്ടാണ് 1s1 ആവുന്നത്, ഇവിടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്, അതുകൊണ്ടാണ് S1 ആവുന്നത്. എസിൽ മാക്സിമം 2 അക്കോമഡേറ്റ് ചെയ്യുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നെക്സ്റ്റ് ഹീലിയം, അറ്റോമിക് നമ്പർ എത്രയാണ്, 2 ആണ്, 1s2. ഇത് നമ്മൾ വെരിഫൈ ചെയ്യണം, ഇവിടെ ആൻസർ സെയിം കിട്ടുന്നുണ്ടോ. നെക്സ്റ്റ് നമ്മൾ ലിഥിയം ആണ്, ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്, അതായത് 1s2, 2s1, 2 + 1 = 3. അത് നമ്മൾ കിട്ടുന്നതാണ് വെരിഫൈ ചെയ്തു. നെക്സ്റ്റ് ഇതാണ് നമ്മൾ ബെർലിയം ആണ്. നമ്മുടെ ബെർലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, നമ്മൾ ബെർലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 4 ആണ്, 1s2, 2s2. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഇതുവരെ എലമെന്റ്സ് തരും, അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി കുറച്ച് എലമെന്റ്സ് ഉണ്ട്, അതായത് നിയോണും ആർഗണും. നിയോണിൻ്റെ അറ്റോമിക് നമ്പർ ഒന്ന് പഠിച്ചു വെക്കാം. അതായത് നമ്മൾ നിയോണിൻ്റെത് 10 ആണ് അറ്റോമിക് നമ്പർ, 10 ആണ് നമ്മുടെ നിയോണിൻ്റെ അറ്റോമിക് നമ്പർ. അതുപോലെ ആർഗണിൻ്റെ കേസിലാണെങ്കിൽ 18 ആണ് നമ്മളെ അറ്റോമിക് നമ്പർ. ഇതിൻ്റെ പ്രത്യേകത എന്താണ് നമ്മളെ നിയോണും ആർഗണും, അവർക്കൊരു പ്രത്യേകത ഉണ്ട്, അവരെന്താണ്, നോബിൾ ഗ്യാസ് ആണ്. ഓക്കെ, ഇതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. 1s2, 2s2, 2p6. എന്നിട്ട് എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. 2 + 2 + 6 = 10. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആർഗൺ എഴുതി നോക്കാം. 1s2, 2s2, 2p6, 3s2 and 3p6. കൗണ്ട് ചെയ്യുക. 2 + 2 = 4, 4 + 6 = 10, 10 + 2 12, 12 + 6 18. ആൻസർ 18 കിട്ടിയില്ലേ നമുക്ക് ആൻസർ 18. അങ്ങനെയാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അതിൽ ഇമ്പോർട്ടൻറ്റ് നമ്മളെ നിയോണും ആർഗണും മറക്കാൻ പാടില്ല, അതിൻ്റെ അറ്റോമിക് നമ്പറും അതുപോലെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നെക്സ്റ്റ് നമുക്ക് സോഡിയം നോക്കാം. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, 11 ആണ്. അപ്പോൾ എങ്ങനെ എഴുതും, 1s2, 2s2, 2p6, 3s1. നമ്മളൊന്ന് വെരിഫൈ ചെയ്യുക. 2 + 2 + 6 + 1 = 11. നമുക്ക് ആൻസർ കിട്ടിയില്ലേ, 11 ആൻസർ കിട്ടി. ഇനി എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മളിൽ ഷോർട്ട് ഫോമിൽ എഴുതണം. അതായത് നിയോണ് ആർഗണിനെ വെച്ചിട്ട് നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടി ചില സമയത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ സോഡിയത്തിൻ്റെ കേസ് എടുക്കാം. സോഡിയത്തിൻ്റെ ഷോർട്ട് ഫോം എഴുതണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, സോഡിയം 11 ആണ്. അപ്പോൾ നമ്മളെ നിയോൺ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 1s2, 2s2, 2p6 ഇതുവരെ കോമൺ ആണ്. ഇത് നമ്മുടെ നിയോണിലുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഷോർട്ട് ഫോം എഴുതാൻ ചോദിക്കുമ്പോൾ ഈ 1s2, 2s2, 2p6 പകരം നമ്മൾ നിയോൺ, ഈ നിയോണിനെ ബ്രാക്കറ്റിൽ ഇടുന്നു, NE ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. പിന്നെ എന്താണ് ഇവിടെ ബാക്കിയുള്ളത്, ഇത് നമ്മൾ നിയോണിൻ്റെ ആണ്. അത് കഴിഞ്ഞാൽ എന്താണ് ബാക്കിയുള്ളത്, 3s1 അല്ലേ ബാക്കിയുള്ളത്, അതും കൂടി നമ്മൾ എഴുതി കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ മെഗ്നീഷ്യത്തിൻ്റെ കേസ് എടുത്ത് നോക്കാം. മെഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12 ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. ഷോർട്ട് ഫോം എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് എൻ്റെ ഒറിജിനൽ എഴുതാം. അതായത് 1s2, 2s2, 2p6, 3s2. ഇതിൽ 1s2, 2s2, 2p6 ആരുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്, നമ്മളെ നിയോണിൻ്റെ ആണ്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, നിയോൺ ഒരു ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ബാക്കി ആരാ ഉള്ളത്, നമ്മളെ 3s2 ആണ് ബാക്കിയുള്ളത്, അതങ്ങോട്ട് എഴുതി വെക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്തെഴുതുന്നത്, ഷോർട്ട് ഫോം എഴുതുന്നത്. എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ നിയോണിനെയും ആർഗണിനെയും ഒന്ന് ആലോചിച്ച് വെക്കുക. അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കി എലമെന്റ്സിന്റെ ഷോർട്ട് ഫോം എഴുതുന്നു. ഇത്രയാണ്, സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, നിയോൺ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് കണ്ടു. ഇനി നമ്മൾ ഈ ഒരു ആർഗൺ വെച്ചിട്ട് എഴുതാം. നമുക്ക് എഴുതാൻ പറ്റും, ഷോർട്ട് ഫോം എഴുതാൻ പറ്റും. അതിന് നമ്മൾ എന്തെടുക്കുന്നുണ്ട്, നമുക്ക് ക്രിപ്റ്റൺ എടുക്കാം.
ക്രിപ്റ്റന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ക്രിപ്റ്റന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 19 ആണ്. 19 ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ തരാറ് എന്താണ്, ക്രിപ്റ്റന്റെ അറ്റോമിക് നമ്പർ നമുക്ക് തരും, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതാൻ പറയും, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറയും. എന്തിൽ, ഷോർട്ട് ഫോമിൽ, അതായത് നോബിൾ ഗ്യാസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചോദ്യം വരാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ ഇത് 19 ആണ്, നമ്മുടെ ആർഗൺ എന്താണ് 18 ആണ് നോബിൾ ഗ്യാസ്, അത് വെച്ചുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഈ ആർഗണത് 1s2 2s2 2p6 3s2 3p6. അപ്പോൾ ക്രിപ്റ്റന്റെ ആകുമ്പോൾ സമയത്ത് എന്താവും, ആ 4s1 കൂടി വരും, 4s1. അപ്പോഴല്ലേ നമുക്ക് 19 കിട്ടുള്ളൂ. ഇത് 18 അല്ലേ, 4s1 എന്ന് പറഞ്ഞാൽ 19. അപ്പോൾ ഇത്രയും ആരിൽ കോമൺ ആണ്, നമ്മൾ ക്രിപ്റ്റനുള്ളതാണ്, സോറി ആർഗണിലുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതൊരു ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കും, അതായത് ആർഗൺ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്തു. ഇനി ബാക്കി ആരാ ഉള്ളത്, 4s1 മാത്രമാണ് ബാക്കിയുള്ളത്, അതിങ്ങോട്ട് എഴുതി കൊടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഷോർട്ട് ഫോം ചെയ്തത്. നെക്സ്റ്റ് അത് കാൽസ്യം എഴുതി നോക്കിയാലോ, കാൽസ്യം 20. ഷോർട്ട് ഫോം ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ ആരാലേക്കണം, ആർഗൺ ആലേക്കണം, കാരണം ആർഗണിൻ്റെ അത് 18 ആണ്. അപ്പോൾ ആർഗണിൻ്റെ ഇത്രയാണ് നമുക്കറിയാം, അതിനൊക്കെ എക്സ്ട്രാ എന്ത് വരും, 2s2 കൂടി വരും. അപ്പോൾ ആർഗൺ Ar4s2. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷോർട്ട് ഫോമിൽ ഇത് എഴുതുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, ഈ ആർഗൺ നിയോണം ഒന്ന് പഠിച്ചു വെക്കുക, അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഷോർട്ട് ഫോം ചോദിച്ചാൽ ഇങ്ങനെ എഴുതാം. അല്ല ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കേസാണ്. അതായത് നമ്മൾ കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. നമ്മളെ കോപ്പറിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 24 ആണ്, അതുപോലെ നമ്മുടെ കോപ്പറിൻ്റെത് 29 ആണ്. ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ എഴുതുക, അതായത് 1s2 2s2 2p6 3s2 3p6 4s2 and 3d4. ഇങ്ങനെയാണ് എഴുതുക. പക്ഷേ ഇവിടെ സ്പെഷ്യൽ കേസ് ആയതെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്, അതായത് ഈ ആൻസർ തെറ്റാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഡി സബ്ഷെല്ലിന്റെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യുന്ന എത്ര ഇലക്ട്രോൺസ് ആണ്, 10 ഇലക്ട്രോൺസ് ആണ് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യുക. അതായത് 10 ഇലക്ട്രോൺസ് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യും. ഇത് ഹാഫ് ഫിൽഡ് ആണെങ്കിലും കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിലും, അതായത് D5 ആണെങ്കിലും D10 ആണെങ്കിലും എന്തായിരിക്കും, അതിന് ഭയങ്കര സ്റ്റെബിലിറ്റി കൂടുതലാണ്, അതിന് ഭയങ്കര സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ D4 ഉള്ളത് D5 ആക്കുന്നു. ആ സമയത്ത് എന്താവും, ഈ 4s2ലുള്ള ആ 2 എന്താവും 1 ആയി മാറും. അതായത് നമ്മൾ എങ്ങനെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും, അതായത് 1s2 2s2 2p6 3s2 3p6 4s1 and 3d5. ഇപ്പോൾ D5 ആകുമ്പോൾ സ്റ്റെബിലിറ്റി കൂടുതലാണ്. അതായത് ഇപ്പോൾ എക്സാമിന് ചോദിക്കും നമ്മളോട് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം 24 നമുക്ക് തരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതണം. അതിൻ്റെ രണ്ടാമത്തെ ചോദ്യം എന്തായിരിക്കും, എന്തുകൊണ്ടാണ്, വാട്ട് ഈസ് എ റീസൺ, അത് അങ്ങനെ എഴുതാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയണം, D5 അല്ലെങ്കിൽ D10 ആകുമ്പോൾ കുറച്ചും കൂടി സ്റ്റേബിൾ ആണ്. ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ D5നും D10നും കുറച്ചും കൂടി സ്റ്റേബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ എഴുതുന്നത്. ഇനി നമുക്ക് കോപ്പറിൻ്റെ ആണ് നമ്മൾ എങ്ങനെ നോർമൽ എഴുതുക, 1s2 2s2 2p6 3s2 3p6 4s2 and 3d9. ഇങ്ങനെയല്ലേ നമ്മൾ നോർമലായിട്ട് എഴുതുക. ഇതും തെറ്റാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു D10നാണ് കുറച്ചും കൂടി സ്റ്റേബിൾ. അത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ D10 കൊടുക്കും, D9 3d9 ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു 3d10 ആക്കുന്നു. ആ സമയത്ത് എന്താവും, ഈ s2 എന്നുള്ളത് s1 ആവും. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, 1s2 2s2 2p6 3s2 3p6 4s1 and 3d10. അതുകൊണ്ടാണ് ഞാനിത് സ്പെഷ്യൽ കേസായിട്ട് ഇത് പറഞ്ഞത്. അപ്പോൾ ക്രോമിയം കോപ്പറും എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. അതായത് ഇത് സ്റ്റാർ ഇട്ട് വെച്ചോളൂ, എക്സാമിന് സ്ഥിരം ചോദിക്കാറുണ്ട്. ഇതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അതിൻ്റെ റീസണും. ഓക്കെ, ഇത് സ്ഥിരം ചോദിക്കുന്നതുകൊണ്ട് ഇതൊന്ന് സ്റ്റാർ ഇട്ട് വെച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിൾ അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ D4ഉം D9 ഉള്ളത് എന്താക്കുന്നത്, കുറച്ച് സ്റ്റെബിലിറ്റി കൂടാൻ വേണ്ടിയിട്ട് D5ഉം D10ഉം കൊടുക്കുന്നു. ആ സമയത്ത് എന്താവും, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യില്ല.
അതായത് ഇന്നർമോസ്റ്റ് ഷെൽ എന്താവും കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുന്നില്ല. അതായത് 2 ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു 1 ആക്കുന്നുണ്ട്. അതാണ് ഇതിലൊന്ന് ശ്രദ്ധിക്കാനുള്ളത്. ക്രോമിയവും കോപ്പറും എപ്പോഴും എക്സാമിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ കേസ് പോലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ആൻസർ വന്നത് വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു D5ഉം D10ൻ്റെയും കേസ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ അല്ലേ? നമ്മളായിട്ട് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ എഴുതുന്നത്. കുറെ എലമെന്റ്സ് നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇങ്ങനെയാണ് എന്ത് എഴുതുന്നത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കേസാണ്. അതായത് നമ്മൾ കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. നമ്മുടെ കോപ്പറിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 24 ആണ്. അതുപോലെ നമ്മുടെ കോപ്പറിൻ്റെത് 29 ആണ്. ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ എഴുതുക. അതായത് 1s2 2s2 2p6 3s2 3p6 4s2 and 3d4 ഇങ്ങനെയാണ് എഴുതുക. പക്ഷേ ഇവിടെ സ്പെഷ്യൽ കേസ് ആയിരുന്നു ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അതായത് ഈ ആൻസർ തെറ്റാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഡി സബ്ഷെല്ലിന്റെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യുന്ന എത്ര ഇലക്ട്രോൺസ് ആണ്? 10 ഇലക്ട്രോൺസ് ആണ് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യുക. അതായത് 10 ഇലക്ട്രോൺസ് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യും. ഇത് ഹാഫ് ഫിൽഡ് ആണെങ്കിലും കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിലും, അതായത് D5 ആണെങ്കിലും D10 ആണെങ്കിലും എന്തായിരിക്കും? അതിന് ഭയങ്കര സ്റ്റെബിലിറ്റി കൂടുതലാണ്, അതിന് ഭയങ്കര സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ D4 ഉള്ളത് D5 ആക്കുന്നു. ആ സമയത്ത് എന്താവും? ഈ 4s2ലുള്ള ആ 2 എന്താവും? 1 ആയി മാറും. അതായത് നമ്മൾ എങ്ങനെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും? അതായത് 1s2 2s2 2p6 3s2 3p6 4s1 and 3d5. ഇപ്പോൾ D5 ആകുമ്പോൾ സ്റ്റെബിലിറ്റി കൂടുതലാണ്. അതായത് ഇപ്പോൾ എക്സാമിന് ചോദിക്കും നമ്മളോട് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം 24 നമുക്ക് തരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതണം. അതിൻ്റെ രണ്ടാമത്തെ ചോദ്യം എന്തായിരിക്കും? എന്തുകൊണ്ടാണ്? വാട്ട് ഈസ് എ റീസൺ? അത് അങ്ങനെ എഴുതാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയണം? D5 അല്ലെങ്കിൽ D10 ആകുമ്പോൾ കുറച്ചും കൂടി സ്റ്റേബിൾ ആണ്. ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ D5നും D10നും കുറച്ചും കൂടി സ്റ്റേബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ എഴുതുന്നത്. ഇനി നമുക്ക് കോപ്പറിൻ്റെ ആണ് നമ്മൾ എങ്ങനെ നോർമൽ എഴുതുക? 1s2 2s2 2p6 3s2 3p6 4s2 and 3d9. ഇങ്ങനെയല്ലേ നമ്മൾ നോർമലായിട്ട് എഴുതുക. ഇതും തെറ്റാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു D10നാണ് കുറച്ചും കൂടി സ്റ്റേബിൾ. അത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ D10 കൊടുക്കും. 3d9 ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? 3d10 ആക്കുന്നു. ആ സമയത്ത് എന്താവും? ഈ s2 എന്നുള്ളത് s1 ആവും. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 1s2 2s2 2p6 3s2 3p6 4s1 and 3d10. അതുകൊണ്ടാണ് ഞാനിത് സ്പെഷ്യൽ കേസ് ആയിട്ട് ഇത് പറഞ്ഞത്. അപ്പോൾ ക്രോമിയം കോപ്പറും എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. അതായത് ഇത് സ്റ്റാർ ഇട്ട് വെച്ചോളൂ. എക്സാമിന് സ്ഥിരം ചോദിക്കാറുണ്ട് ഇതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അതിൻ്റെ റീസണും. ഓക്കെ, ഇത് സ്ഥിരം ചോദിക്കുന്നതുകൊണ്ട് ഇതൊന്ന് സ്റ്റാർ ഇട്ട് വെച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിൾ അല്ലേ? അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ D4ഉം D9ഉം ഉള്ളത് എന്താക്കുന്നത്? കുറച്ച് സ്റ്റെബിലിറ്റി കൂടാൻ വേണ്ടിയിട്ട് D5ഉം D10ഉം കൊടുക്കുന്നു. ആ സമയത്ത് എന്താവും? ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യില്ല. അതായത് ഇന്നർമോസ്റ്റ് ഷെൽ എന്താവും? കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുന്നില്ല. അതായത് 2 ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? 1 ആക്കുന്നുണ്ട്. അതാണ് ഇതിലൊന്ന് ശ്രദ്ധിക്കാനുള്ളത്. ക്രോമിയവും കോപ്പറും എപ്പോഴും എക്സാമിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ കേസ് പോലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ആൻസർ വന്നത് വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു D5ഉം D10ൻ്റെയും കേസ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്ലോക്സിനെ പറ്റിയാണ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ സബ്ഷെൽ ഏതാണ്? നമ്മളെ SPDF. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ പീരിയോഡിക് ടേബിളിൽ കുറേ ബ്ലോക്ക്സ് തരംതിരിച്ചിട്ടുണ്ട്. SP എസ് ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക്, F ബ്ലോക്ക്. അത് നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ബ്ലോക്ക്. ഇതാണ് നമ്മുടെ S ബ്ലോക്ക്. ഇതാണ് നമ്മുടെ S ബ്ലോക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ എസ് ബ്ലോക്ക്. അതുപോലെ ഇതാണ് നമ്മുടെ പി ബ്ലോക്ക്. അതുപോലെ നമ്മുടെ ഡി ബ്ലോക്ക് ഇതാണ്. അതുപോലെ എഫ് ബ്ലോക്ക് ഇതാണ്. അപ്പോൾ
അധികം ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വരാറുണ്ട്, ഇത് എസ് ആകുമ്പോൾ ഇത് പി ആണ്, ഇത് ഡി ആണ്, ഇത് എഫ് ആണ്, അങ്ങനെയാണ് അധികം ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. അത് തെറ്റാണ്. ഇത് ആലോചിക്കാൻ വേണ്ടി മിസ് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. അതായത് മിസ്സിന്റെ പേര് സാന എന്നാണ്. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ പേര്. മൈ നെയിം ഈസ് സാന രാജ്. അപ്പോൾ മിസ്സിന്റെ പേര് എസ്, സ്റ്റാർട്ടിങ് എസ് ആണ്. ഞാൻ പഠിപ്പിക്കുന്നത് എൻ്റെ സ്റ്റുഡൻസ് ആണ്, ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരായതുകൊണ്ട് പി ആണ്. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ കാണുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ്. അതായത് നമ്മളിപ്പോൾ ഉള്ളത് ലോങ് ഡിസ്റ്റൻസിലാണ്. ഓക്കെ, എസും പിയും ഇപ്പോൾ എന്തിലാണുള്ളത്? ലോങ് ഡിസ്റ്റൻസ് റിലേഷനിലാണ് ഉള്ളത്. അപ്പോൾ മിഡിൽ ആരാണുള്ളത്? ഡി. മിഡിൽ നമ്മളുള്ളത് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഇപ്പൊ ക്ലിയർ അല്ലേ? എസും പിയും ലോങ്ങിലാണ്, അതായത് ഞാനും നിങ്ങളും കുറച്ച് ലോങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഡി ആണ് മിഡിൽ. ബാക്കി പിന്നെ ആരാ ഉള്ളത്? എഫ് മാത്രമേ ഉള്ളൂ. ആ എഫ് ആണ് താഴെ കാണുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്ലോക്സിനെ പറ്റിയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്മൾ ഏതൊക്കെ സബ്ഷെല്ലാണ് ഉള്ളത്. നമുക്ക് 4 സബ്ഷെൽ ഉണ്ട്. അതിലൊന്നാമത്തത് എസ്, പി, ഡി, എഫ്. ഇതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പീരിയോഡിക് ടേബിളിനെ കുറേ ബ്ലോക്സ് ആയിട്ട് മാറ്റുന്നുണ്ട്. അതായത് നമ്മൾ എന്ത് പറയുന്നു? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്സ്. അതായത് നമ്മൾ പീരിയോഡിക് ടേബിളിനെ 4 ബ്ലോക്ക് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് ഇതാണ് നമ്മുടെ എസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് ഇതാണ് നമ്മുടെ എസ് ബ്ലോക്ക്. അതുപോലെ ഇതാണ് നമ്മുടെ പി ബ്ലോക്ക്, ഇതാണ് നമ്മുടെ ഡി ബ്ലോക്ക്, അതുപോലെ ഇതാണ് നമ്മുടെ എഫ് ബ്ലോക്ക്. ക്ലിയർ അല്ലേ? അധികം ആൾക്കാർ എന്ത് ചെയ്യും? എസ് ഇതായതുകൊണ്ട് അപ്പുറം തന്നെ പി ഇവിടെ കൊണ്ടുപോയിട്ട് ഇടാനുള്ള സാധ്യതയുണ്ട്. അതിന് മിസ് ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. മിസ്സിന്റെ പേര് ഇതുവരെ മിസ് പറഞ്ഞിട്ടില്ല. എൻ്റെ പേര് സാന എന്നാണ്. എൻ്റെ സ്റ്റാർട്ടിങ് ലെറ്റർ എസ് ആണ്. അതുപോലെ ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ പിള്ളേരാണ്, അതായത് പഠിപ്പിക്കുന്ന പിള്ളേഴ്സ്, അതായത് പി ആണ്. നമ്മളിപ്പോൾ എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്? നമ്മളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് മീറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസിലാണ് ഉള്ളത്. അതായത് എസും പിയും ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസിലാണ് ഉള്ളത്. മനസ്സിലായില്ലേ? എസും പിയും ഇപ്പോൾ എന്തിലാണുള്ളത്? ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ മിഡിലുള്ള ആളാണ് മിഡ്. ഡി ബ്ലോക്കാണ് മിഡിൽ വരുന്നത്. എസ്, പി, ഡി. പിന്നെ ആരാണ് ബാക്കിയുള്ളത്? എഫ് ആണ് ബാക്കിയുള്ളത്. അതിനാണ് നമ്മൾ താഴെ എഫ് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും മറക്കില്ല. അതേ ആൾക്കാർ എസ് ഇടും, പി ഇവിടെ കൊണ്ടിട്ടിടും, ഡി താഴെ എഫ്. അങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ആ ഒരു കൺസെപ്റ്റ് തെറ്റാണ്. എസ് ഇവിടെയാണെങ്കിൽ പി ഈ ഒരു സൈഡിലാണ്, ലോങ് ഡിസ്റ്റൻസ്. അത് ആലോചിച്ച് വെക്കാം. ക്ലിയർ അല്ലേടാ? ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കുറച്ച് ബേസിക് കാര്യം നോക്കാം. അതായത് ഗ്രൂപ്പ് 1 and 2 എലമെന്റ്സ് ആണ് നമ്മളെ എസ് ബ്ലോക്ക് എലമെന്റ്സ്. അതുപോലെ 3 to 12 ആണ് നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്സ്, ഡി ബ്ലോക്ക് എലമെന്റ്സ്. അതുപോലെ 13 to 18 ആണ് നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്സ്. അങ്ങനെ ആണെങ്കിൽ ഈ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ നമ്മൾ എന്തും കൂടി പറയാറുണ്ട്? ട്രാൻസിഷൻ എലമെന്റ്സ് എന്നും കൂടി പറയാറുണ്ട്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ എന്ത് പറയാറുണ്ട്? നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയാറുണ്ട്. അതായത് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയാറുണ്ട്. അതുപോലെ ഗ്രൂപ്പ് 1 and 2 ആൻഡ് 13 to 18 നമ്മൾ ടുഗെദർ എന്ത് പറയുന്നുണ്ട്? റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ്. അതായത് ഗ്രൂപ്പ് 1 and 2 ആൻഡ് 13 to 18 നമ്മൾ എന്ത് പറയും? റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ്. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി എന്താണ് ഗ്രൂപ്പ്? അതുപോലെ എന്താണ് പീരീഡ്? അത് ആലോചിക്കാൻ വേണ്ടി മിസ് ഒരു ചെറിയ ടിപ്പ് പറയും. അതായത് നമ്മളൊരു കമ്പനിയില്ലേ, എച്ച് പി, അത് നമ്മളൊന്ന് ആലോചിച്ച് വെക്കാം. ഇത് എച്ച് എന്താണ്? നമ്മൾ ഹൊറിസോണ്ടൽ ആണ്. ഹൊറിസോണ്ടൽ ആണ്. പി നമ്മൾ എന്ത് പറയുന്നു? പീരീഡ്. അതായത് ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്നത് എന്താണ്? ഇങ്ങനെ പോകുന്നത് നമ്മളെ എന്താണ്? പീരീഡ് ആണ്. അപ്പോൾ ഹൊറിസോണ്ടലിന്റെ ഓപ്പോസിറ്റ് എന്താണ്? വെർട്ടിക്കൽ. അതായത് പീരീഡിന്റെ ഓപ്പോസിറ്റ് ഗ്രൂപ്പാണ്. ജി. ഓക്കെ, ഗ്രൂപ്പ് എന്താണ്? നമ്മൾ വെർട്ടിക്കലാണ്. ഇങ്ങനെ കാണുന്നതാണ് നമ്മൾ ഗ്രൂപ്പ്. അതുപോലെ ഇങ്ങോട്ട് പോകുന്നെങ്കിൽ അതിനെന്താണ് നമ്മൾ പറയല്? പീരീഡ് എന്നാണ് പറയാറ്. അത് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ടിപ്പ് പറഞ്ഞത്. അതായത് എച്ച് പി, നമ്മുടെ കമ്പനിയിലെ പ്രശസ്ത കമ്പനി എച്ച് പി, അതിൽ എച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൊറിസോണ്ടൽ, അതായത് പീരീഡ്. അതുപോലെ മറ്റേത് ഗ്രൂപ്പ്. അത് ഓർത്ത് വെക്കാനാണ് അങ്ങനെ പറഞ്ഞു തന്നത്. ഈ ഒരു ചാപ്റ്ററിൽ ഇനി എന്താണ് പഠിക്കാനുള്ളത് നമുക്ക്? അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു എസ്, പി, ഡി, എഫ് എന്ന് പറയുന്ന കുറേ ബ്ലോക്സ് ഉണ്ട്, 4 ബ്ലോക്സ് ഉണ്ട്. ഇതിൻ്റെ ഒക്കെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടി പഠിക്കാനുണ്ട്. അതായത് ഇതിൻ്റെ ഒക്കെ സ്പെഷ്യാലിറ്റി എന്താണ്. പിന്നെ ഒരു എലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പീരീഡ്, അതുപോലെ ഗ്രൂപ്പ്, അത് ഏത് ബ്ലോക്കിലാണ് വരുന്നത്, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്.
അതായത് അത് ഏത് ഗ്രൂപ്പിലാണ്, അത് ഏത് പീരീഡിലാണ്, അത് ഏത് ബ്ലോക്കിലാണെന്ന് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കാനുള്ളത്. അതായത് ഓരോ ബ്ലോക്കും എടുക്കും, അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് നമുക്ക് നോക്കാനുണ്ട്. അതിന് ഒരു എലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ പീരീഡ്, ഗ്രൂപ്പ്, ബ്ലോക്ക് ഒക്കെ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ നമ്മളില്ലേ ബ്ലോക്ക് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. അതായത് ഏത് ബ്ലോക്കിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളത് വളരെ സിമ്പിളാണ്. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എലമെന്റിന്റെ ആ തന്ന എലമെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നു. ഫസ്റ്റ് ചെയ്യേണ്ടത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് അത് ലാസ്റ്റ് ഇലക്ട്രോൺസ് എവിടെയാണോ എൻ്റർ ചെയ്യുന്നത് അതാണ് അതിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എസിലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് എസ് ആണ്. ഇപ്പോൾ പി ആണെങ്കിൽ പി ആണ്, അതുപോലെ ഡി ആണെങ്കിൽ ഡി ബ്ലോക്കിലത്തെ ഒരു എലമെന്റ് ആണ് ആ തന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു സോഡിയത്തിന് എടുക്കാമെന്ന് വിചാരിക്കാം. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്, നമ്മളെ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11. നമുക്കത് ക്വസ്റ്റ്യനിൽ തരും. ചിലപ്പോൾ ഈ സോഡിയത്തിന്റെ എലമെന്റ് തന്നിട്ട് നമ്മളോട് ചോദിക്കും അത് ഏത് ഗ്രൂപ്പിലാണ് അല്ലെങ്കിൽ അത് ഏത് ബ്ലോക്കിലാണെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ഇത് ഏത് ബ്ലോക്കിലാണുള്ളത്? അതായത് നമ്മൾ എന്ത് എഴുതണം, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. 1s2 2s2 2p6. ഇപ്പോൾ 10 ആയിട്ടുള്ളൂ, 11 ആണ് അറ്റോമിക് നമ്പർ. ഇത് 3s1. ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ്, ഏത് ഷെല്ലിലാണ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്? നമ്മൾ എസ് സബ് ഷെല്ലിലാണ് എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. എസ് ബ്ലോക്കിലത്തെ ഒരു എലമെന്റ് ആണ് നമ്മുടെ സോഡിയം. നമുക്ക് ശരിയൊന്ന് നോക്കിയാലോ? നമ്മൾ പീരിയോഡിക് ടേബിൾ ഇവിടെ ഉണ്ട്. Na ശരിയല്ലേ? Na അതെവിടെ വരുന്നത്? എസ് ബ്ലോക്കിന്റെ ഒരു എലമെന്റ് ആണ് Na എന്ന് പറയുന്നത്. പിന്നെ എസ് ബ്ലോക്കിന്റെ കേസിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനില്ല. ഗ്രൂപ്പ് 1 and 2 മാത്രമേ എസ് ബ്ലോക്കിലുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇത് Na എന്ന് പറയുന്നത് ഇത് എസ് ബ്ലോക്ക് ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഗ്രൂപ്പ് കിട്ടുക എന്ന് വെച്ചാൽ ലാസ്റ്റ് എത്ര ഇലക്ട്രോൺസ് ആണ് ബാക്കി ഉണ്ടാവുക അതാണ് അതിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എസ് ബ്ലോക്കിന്റെ കേസിൽ അങ്ങനെയാണ്. അതായത് ഗ്രൂപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ ഗ്രൂപ്പ് ഉള്ളത് 1 and 2 ആണ് നമ്മളെ എസ് ബ്ലോക്കിൽ വരുന്നത്. ഒന്നെങ്കിൽ നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ് ഈ തന്ന എലമെന്റ് 1 ആയിരിക്കും അല്ലെങ്കിൽ 2 ആയിരിക്കും. ഇപ്പൊ നമ്മൾ എവിടെയാണ് ലാസ്റ്റ് ഫിൽ ചെയ്തത്? 1 ഇലക്ട്രോൺ ആയതുകൊണ്ട് അത് എവിടെ ഉണ്ടാവും? നമ്മളെ ഗ്രൂപ്പ് 1 ഉണ്ടാവും. ശരിയല്ലേ? നോക്കിക്കോളൂ. ഈ Na എന്ന് പറയുന്നത് എവിടെയാണ് കാണുന്നത്? Na ഇത് ഗ്രൂപ്പ് 1 എലമെന്റ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? എസ് ബ്ലോക്കിന്റെ ബ്ലോക്കും ഗ്രൂപ്പും കണ്ടുപിടിക്കുന്നത്. സിമ്പിൾ അല്ലേ? ഈ കൺസെപ്റ്റ് വളരെയധികം സിമ്പിൾ ആണ്, പക്ഷെ ഇമ്പോർട്ടൻറ്റും കൂടിയാണ്. ഇനി നമുക്ക് ഇതേ എലമെന്റിന്റെ എന്ത് നോക്കാം, പീരീഡും കൂടി നോക്കാം. ഓൾറെഡി നമുക്ക് ഗ്രൂപ്പും ബ്ലോക്കും കണ്ടുപിടിച്ചു. ഇനി എങ്ങനെയാണ് പീരീഡ് കാണാല്? അതായത് നമ്മുടെ ഇവിടെ 1 2 3 അല്ലുള്ളത്. സബ്ഷെല്ലിന്റെ മുമ്പിൽ ഉള്ള നമ്പറിൽ ഏറ്റവും വലിയ നമ്പറാണ് നമ്മളെ പീരീഡ് ആയിട്ട് വരിക. കാരണം ഇവിടെ 1 2 3 അല്ലേ ഏറ്റവും വലിയ നമ്പർ. അതാണ് നമ്മുടെ എന്ത് പറയാ പീരീഡ് എന്ന് പറയുന്നത്. നമ്മുടെ പീരീഡ് എന്ന് പറയുന്നത് 3 ആണ്. നമുക്കത് ശരിയാവും നോക്കാലോ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. 3 1 2 3 തേർഡ് പീരീഡിലല്ലേ ഈ സോഡിയം കാണുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ശരിയാണ്. അതായത് സോഡിയം എന്ന് പറയുന്നത് നമ്മുടെ തേർഡ് പീരീഡിൽ വരുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ നോക്കിയത്? അതായത് നമ്മൾ സബ്ഷെല്ലിൽ ഏറ്റവും വലിയ അതിന് മുമ്പിലുള്ള ഏറ്റവും വലിയ നമ്പറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പീരീഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി എന്ത് പഠിച്ചു? ബ്ലോക്കും കണ്ടുപിടിച്ചിട്ടുണ്ട്, ഗ്രൂപ്പും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് പീരീഡ് കണ്ടുപിടിക്കൽ? പീരീഡ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. അതായത് നമ്മൾ സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതിയില്ലേ, അതിന്റെ സബ്ഷെല്ലിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ നമ്പറാണ് നമ്മൾ പീരീഡ് ആയിട്ട് വരിക. ഇവിടെ 1 2 3 അല്ലേ ഏറ്റവും വലിയ നമ്പർ. അതുകൊണ്ട് 3 ആണ് നമ്മുടെ പീരീഡ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ ശരിയാണോ എന്ന്. നമ്മുടെ 3 ആണ് നമ്മുടെ പീരീഡ് എന്ന് പറയുന്നത് സോഡിയത്തിന്റെ. നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. ഇതാ സോഡിയത്തിന്റെ പീരീഡ് എന്ന് പറയുന്നത് 3 ആണ്. ഇവിടെയാണ് നമ്മൾ സോഡിയം വരുന്നത്. സോഡിയത്തിന്റെ കേസിൽ 3 ആണ് നമുക്ക് എന്ത് വരുന്നത്, പീരീഡ് ആയിട്ട് വരുന്നത്. അത് നമ്മൾ കൺഫേം ചെയ്തു. എല്ലാത്തിനും കോമൺ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്ക് കണ്ടുപിടിക്കാനും അതുപോലെ പീരീഡ് കണ്ടുപിടിക്കാനും എല്ലാത്തിലും കോമൺ ആണ്. ഗ്രൂപ്പ് വരുന്ന സമയത്താണ് മാറ്റം വരുന്നത്. എസ് ആണെങ്കിലും പി ആണെങ്കിലും ഡി ആണെങ്കിലും പീരീഡും ബ്ലോക്കും കണ്ടുപിടിക്കാൻ സെയിം ആണ്. പക്ഷേ എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്? ഗ്രൂപ്പ് കണ്ടുപിടിക്കാനാണ് നമുക്ക് ഫോർമുല വ്യത്യാസം വരുന്നത്. അതായത് സിമ്പിളായിട്ട് പഠിക്കാം. അതായത് നമ്മളെ എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എസ് ബ്ലോക്ക് എലമെന്റ് എന്ന് അറിയാം. എസ് ബ്ലോക്കിന്റെ കേസിൽ നമുക്ക് ആകെ 2 ഗ്രൂപ്പാണ് ഉള്ളത്. ഒന്നെങ്കിൽ 1 ആണ് അല്ലെങ്കിൽ 2 ആണ്. ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് അതായത് എത്ര ഇലക്ട്രോൺ ആണ് ലാസ്റ്റ് സബ്ഷെല്ലിൽ എൻ്റർ ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് നമ്മൾ അതിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് 1 ആണെങ്കിൽ 1
2 ആണെങ്കിൽ 2. ഇപ്പോൾ മെഗ്നീഷ്യം എടുത്തു നോക്കാം. മെഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മറ്റേ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് ഇതിൽ 1s2 2s2 2p6 3s2. ഇതും ഒരു എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് എൻ്റർ ചെയ്യുന്നത്? അത് എസിലാണ്. അതുകൊണ്ട് ഇത് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാനുണ്ട്? ഇതിൻ്റെ പീരീഡ് കണ്ടുപിടിക്കാനുണ്ട്. ഈ പീരീഡും 3 തന്നെയാണ്. കാരണം 3 ആണ് ഈ സബ്ഷെല്ലിൽ ഏറ്റവും വലുതായിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ 3 ആണ് നമ്മുടെ പീരീഡ്. 3 ആണ് നമ്മുടെ പീരീഡ്. ഇനി എന്ത് കണ്ടുപിടിക്കാനുണ്ട്? ഇതിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാനുണ്ട്. ലാസ്റ്റ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് എൻ്റർ ചെയ്തു? ഒന്നെങ്കിൽ S1 ആയിരിക്കും അല്ലെങ്കിൽ 2 ആയിരിക്കും. ഇവിടെ 2 ആണ് എൻ്റർ ചെയ്തത്. അപ്പോൾ ഇത് ഗ്രൂപ്പ് 2 എലമെൻ്റ് ആണ്. അതായത് എസ് ബ്ലോക്കിലെ ഗ്രൂപ്പ് 2ത്തെ എലമെൻ്റ് ആണ് മെഗ്നീഷ്യം. നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ? നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതായത് നമ്മുടെ സോഡിയത്തിൻ്റെ ഇപ്പുറമാണ് മെഗ്നീഷ്യം വരിക. നമ്മുടെ സോഡിയത്തിൻ്റെ ഇപ്പുറമാണ് മെഗ്നീഷ്യം വരിക. ഇത് മെഗ്നീഷ്യം. ഇത് ഗ്രൂപ്പ് 2 എലമെന്റ് അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്തത് ശരിയല്ലേ? ഇങ്ങനെയാണ് എസ് ബ്ലോക്കിൻ്റെ കേസിൽ നമുക്ക് ഗ്രൂപ്പും ബ്ലോക്കും പീരീഡൊക്കെ കണ്ടുപിടിക്കാവുന്നത്. ഓക്കെ അല്ലേ?